ഇപ്പോൾ ഈ നിലപാട് ഈ പറഞ്ഞ കഴിഞ്ഞ കുറച്ച് നാളുകളായി CPM-ന് നിലപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അവിടെ തീർച്ചയായിട്ടും ഒരു മേൽക്കൈ CPM-നുണ്ട്. കാലാകാലങ്ങളായി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അവർക്കുണ്ട്. മറ്റ് നിയമസഭാ തിരഞ്ഞെടുപ്പായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പായാലും നമുക്ക് മാറ്റി നിർത്താം. പക്ഷേ ഇവിടെ ഏത് തരത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുമെന്നാണുള്ള വിശ്വാസം? അതിനുള്ള പ്രിപ്പറേഷൻസ് എത്രത്തോളം ശക്തമാണ്? നോക്കൂ, ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച കേഡർ സംവിധാനം ഉള്ളവർക്കാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ മേൽക്കൈ ലഭിക്കുക. നമ്മൾ മറച്ചു വെച്ച് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. കേരളത്തിലെ ഏറ്റവും മികച്ച കേഡർ സംവിധാനമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ്. അവർക്ക് അത്രയും മികച്ച ഒരു കേഡർ സംവിധാനമുണ്ട്. അപ്പോൾ ഓരോ പ്രദേശത്തും ഓരോ ബൂത്തുകളിൽ ഇപ്പം നമ്മൾ തന്നെ പലപ്പോഴും പറയാറുണ്ട്, ഒരു ബൂത്തിനകത്ത് എത്ര വോട്ടെടുപ്പ് കഴിയുന്ന സമയത്ത് 5 മണിയാകുമ്പോൾ CPM-ൻ്റെ കണക്കുണ്ടാവും, എത്ര വോട്ട് CPM-ന്, എത്ര വോട്ട് BJPക്ക്, എത്ര വോട്ട് കോൺഗ്രസ്സിന് എന്നുള്ളത്. അതിൽ വളരെ ചെറിയ മാർജിൻ ഓഫ് എറർ മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അവർക്ക് അത്രയും നല്ലൊരു സംവിധാനമുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അത് തെറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. എനിക്ക് തന്നെ വ്യക്തിപരമായിട്ട് അറിയാം. ഒരു തവണ ഞാനൊരു ഇലക്ഷൻ്റെ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മണ്ഡലം കേന്ദ്രീകരിച്ച് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ ബെറ്റ് വെച്ചതാണ് 15,000 വോട്ടിന് മുകളിൽ ആ മണ്ഡലത്തിൽ BJP പിടിക്കില്ല എന്ന്. അവരുടെ ഏറ്റവും അവിടുത്തെ ഇതായിട്ടുള്ള നേതാക്കൾ വോട്ടെണ്ണുന്നതിൻ്റെ അന്ന്, റിസൾട്ടിൻ്റെ അന്ന് പറയുന്നുണ്ട്. പക്ഷേ അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഇരട്ടിയിലധികം വോട്ടിലേക്ക് 15,000 പിടിക്കൂ എന്ന് പറഞ്ഞത് ഇരട്ടിക്ക് മുകളിലേക്ക് പോയി 33,000 വോട്ടിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റി തുടങ്ങുന്നുണ്ട്. രാഷ്ട്രീയമായിട്ട് താഴെത്തട്ടിൽ അവരുടെ ബൂത്തുകളിൽ നിന്ന് അവർക്ക് വരുന്ന കണക്കുകൾ തെറ്റി തുടങ്ങുന്നുണ്ട്. തീർച്ചയായിട്ടും നിയമസഭകളിൽ തെറ്റി തുടങ്ങുന്ന സാധനം ലോക്കൽ ബോഡികളിലേക്ക് എത്തുമ്പോഴും തെറ്റി തുടങ്ങും. ഇനി കേഡർ സംവിധാനം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും BJP ശക്തമായിരിക്കുന്ന ഇടത്തെല്ലാം തന്നെ CPM-നൊപ്പം തന്നെ മുട്ടി നിൽക്കുവാനുള്ള ഒരു കേഡർ സംവിധാനം BJPക്ക് വന്നിട്ടുണ്ട്. പണ്ടത് ചില ജില്ലകളും ചില നഗരസഭകളും കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അത് പാൻ കേരള ആ സംവിധാനം വന്നിട്ടുണ്ട്. ഇപ്പോൾ 20% വോട്ട് എന്ന് പറയുന്ന ഒരു മാർജിനിലേക്ക് BJP പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു 1-2 സീറ്റുകളിൽ വോട്ട് കിട്ടിയിരിക്കുന്നത് കൊണ്ടല്ല. ഇതിപ്പോൾ തിരുവനന്തപുരത്തോ ആറ്റിങ്ങലോ മാത്രം വോട്ട് കിട്ടിയിരിക്കുന്നതുകൊണ്ടല്ല. എക്രോസ് കേരള അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. കേരളത്തിലെ 4 പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ 3 ലക്ഷം എന്ന് പറയുന്ന മാർജിൻ കടക്കാൻ വേണ്ടി BJPക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് ശേഷം വരുന്ന ആദ്യത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണ് നമ്മൾ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അത് വലിയൊരു പ്രതീക്ഷയിലേക്ക് തന്നെയാണ് അത് പോകാൻ വേണ്ടിയിട്ട്